വെൽക്കം ടു ജിയോ സയൻസ്. 9th സ്റ്റാൻഡേർഡിലെ ഒന്നാമത്തെ ജോഗ്രഫി ചാപ്റ്റർ ആയിട്ടുള്ള ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ചാനലിൽ തന്നെ ഇതിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് അത് കാണുക, അതിനുശേഷം ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ വന്യജീവി സമ്പത്ത് എന്നുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം ഹിമാലയ പ്രദേശത്ത് മുഴുവൻ എന്താണ്, വനമാണ് അല്ലെ, ഫോറസ്റ്റ് ഏരിയയാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരുപാട് വൈൽഡ് ആനിമൽസ് അല്ലെങ്കിൽ വന്യജീവികളും കാണപ്പെടുന്നുണ്ട്. വന്യജീവികൾ താമസിക്കുന്ന കാടുകളിലാണല്ലോ. അപ്പോൾ ഹിമാലയ പ്രദേശത്ത് ഒരുപാട് വന്യജീവികൾ കാണപ്പെടുന്നുണ്ട്. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നമാണ്. കാരണം അവിടെ സ്വാഭാവികമായിട്ട് ഒരുപാട് വനഭൂമിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വന്യജീവികളും ആ പ്രദേശത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹിമാലയൻ റീജിയൻ ഈസ് ദ നാച്ചുറൽ ഹാബിറ്ററ്റ് ഓഫ് സെവറൽ വൈൽഡ് ആനിമൽസ്. അതായത് ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്നത് ഒരുപാട് സെവറൽ വൈൽഡ് ആനിമൽസിന്റെ നാച്ചുറൽ ഹാബിറ്ററ്റ് ആണ്. അതായത് തനത് ആവാസ കേന്ദ്രങ്ങളാണ്. നാച്ചുറൽ ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ തനത് ആവാസ കേന്ദ്രം എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ വാസസ്ഥലം എന്ന് നമുക്ക് പറയാം. ഈ വൈൽഡ് ആനിമൽസ് താമസിക്കുന്ന വാസസ്ഥലങ്ങളാണ് ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ഈ വൈൽഡ് ആനിമൽസ്? ഹിമാലയൻ റീജിയനിൽ കാണപ്പെടുന്ന വൈൽഡ് ആനിമൽസ് ലൈക്ക് യാക്ക്, മസ്ക് ഡിയർ, സിംഗിൾ ഹോൺഡ് റൈനോസറസ് ആൻഡ് സ്നോ ലെപ്പേർഡ്. അതായത് യാക്ക്, മസ്ക് ഡിയർ എന്ന് പറഞ്ഞാൽ കസ്തൂരിമാൻ എന്ന് പറയും. അതുപോലെ തന്നെ സിംഗിൾ ഹോൺഡ് റൈനോസറസ്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അതുപോലെ തന്നെ സ്നോ ലെപ്പേർഡ്, അത് ഹിമപ്പുലി എന്ന് പറയും. അപ്പൊ ഈ ജീവികൾ, ഹിമപ്പുലിയും ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗവും അതുപോലെ തന്നെ കസ്തൂരിമാനും യാക്കും പോലെയുള്ള സെവറൽ വൈൽഡ് ആനിമൽസിന്റെ ഒരു നാച്ചുറൽ ഹാബിറ്ററ്റ് ആണ് ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരുപാട് ജീവികൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവയെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലേ? അല്ലെങ്കിൽ മനുഷ്യർ ഇവയെ വേട്ടയാടി ഇവയുടെ പല ആവശ്യങ്ങൾക്കായിട്ട് ഇവയെ വേട്ടയാടി കൊല്ലുകയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഇവയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ചില കേന്ദ്രങ്ങൾ ഹിമാലയത്തിലുണ്ട്. അവയാണ് ബയോസ്ഫിയർ റിസർവ്, അതുപോലെ തന്നെ നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവമണ്ഡല റിസർവുകൾ എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ ഉദ്യാനങ്ങളാണ്. അപ്പൊ നാഷണൽ പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്നാൽ വന്യജീവി സങ്കേതങ്ങളാണ്. അപ്പൊ ബയോസ്ഫിയർ റിസർവും നാഷണൽ പാർക്കുകളും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഹിമാലയ പ്രദേശത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹൗ ബീൻ എസ്റ്റാബ്ലിഷ്ഡ്, സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഫോർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഇൻ ദി ഹിമാലയൻ ടെറൈൻ. അതായത് ഹിമാലയൻ ടെറൈനിലെ വൈൽഡ് ലൈഫ്, വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കും അതുപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പ്രദേശത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് വൺ ഹോൺഡ് റൈനോസറസ് ആണ്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളാണ്. അപ്പൊ ഈ ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹിമാലയൻ റീജിയനിൽ കാണപ്പെടുന്ന വൈൽഡ് ആനിമൽസ് ഏതൊക്കെയാണെന്നുള്ളത്. ഈ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് മസ്ക് ഡിയർ ആണ്. നമ്മൾ കസ്തൂരിമാൻ എന്ന് പറയുന്ന ജീവിയാണ് ഈ ആദ്യത്തെ പിക്ചർ. രണ്ടാമത്തെ പിക്ചറിൽ വൺ ഹോൺഡ് റൈനോസറസ് ആണ്, അതായത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് ഈ പിക്ചറിൽ. മൂന്നാമത് കാണുന്നത് സ്നോ ലെപ്പേർഡ് ആണ്, അല്ലെങ്കിൽ ഹിമപ്പുലി എന്ന് പറയും. നാലാമത് യാക്കാണ്. അപ്പൊ ഈ ജീവികളാണ് പ്രധാനമായിട്ടും ഹിമാലയത്തിലെ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. ഇവയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നാഷണൽ പാർക്കും ബയോസ്ഫിയർ റിസർവുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ അല്ലെങ്കിൽ ദേശീയ ഉദ്യാനങ്ങൾ ഇവിടെ ഒരു ടേബിളിലായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ റീജിയണൽ ഡിവിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിമാലയത്തിനെ 3 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട്, അല്ലെ? ഏറ്റവും പടിഞ്ഞാറ് വരുന്ന ഡിവിഷനാണ് വെസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം. നടുക്ക് വരുന്നതാണ് സെൻട്രൽ ഹിമാലയ അല്ലെങ്കിൽ മധ്യ ഹിമാലയം. ഏറ്റവും കിഴക്ക് വരുന്നതാണ് ഈസ്റ്റേൺ ഹിമാലയ അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 റീജിയണൽ ഡിവിഷനാണ് ഹിമാലയത്തിനുള്ളത്. ഇതിലെ ആദ്യത്തെ ഡിവിഷനായിട്ടുള്ള വെസ്റ്റേൺ ഹിമാലയ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയത്തിലെയും അവസാനത്തെ ഡിവിഷനായിട്ടുള്ള ഈസ്റ്റേൺ ഹിമാലയം അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയത്തിലെയും പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം.
വെസ്റ്റേൺ ഹിമാലയത്തിൽ വരുന്ന 5 നാഷണൽ പാർക്കുകളുണ്ട്. അതിൽ ഒരെണ്ണം ജമ്മു ആൻഡ് കാശ്മീരിലും ഒരെണ്ണം ലഡാക്കിലും ബാക്കി 3 ഉത്തരാഖണ്ഡിലുമാണ് വരുന്നത്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള നാഷണൽ പാർക്കാണ് ഡച്ചിഗാം നാഷണൽ പാർക്ക്. ലഡാക്കിൽ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് ഹെമിസ്. ഇനി ഉത്തരാഖണ്ഡിൽ 3 നാഷണൽ പാർക്കുകളുണ്ട്. അവയാണ് ഒന്നാമത്തത് വാലി ഓഫ് ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പൂക്കളുടെ താഴ്വര എന്ന് പറയും. അതുപോലെ കോർബറ്റ് നാഷണൽ പാർക്ക് ഉണ്ട്, രാജാജി നാഷണൽ പാർക്ക് ഉണ്ട്. അപ്പൊ ഇത് 3ഉം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഹിമാലയ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഈ 5 നാഷണൽ പാർക്കുകൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിമാലയ അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഈസ്റ്റേൺ ഹിമാലയത്തിൽ 5 എണ്ണം വരുന്നുണ്ട് നാഷണൽ പാർക്കുകൾ. അതിൽ ഒരെണ്ണം സിക്കിമിലും ഒരെണ്ണം മണിപ്പൂരിലും ബാക്കി 3 എണ്ണം ആസാമിലുമാണ് വരുന്നത്. അപ്പൊ ആദ്യം സിക്കിമിൽ വരുന്നത് കാഞ്ചൻജംഗ എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കാണ്. ബാക്കി ഇനി 3 എണ്ണം ആസാമിൽ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ദിബ്രു സൈഖോവ, കാസിരംഗ, മാനസ്. അപ്പൊ ദിബ്രു സൈഖോവയും കാസിരംഗയും മാനസും വരുന്നത് ആസാമിലാണ്. പിന്നീട് വരുന്ന ഒരെണ്ണം കെയ്ബുൾ ലംജാവോ എന്ന് പറയും. അപ്പൊ ഈ കെയ്ബുൾ ലംജാവോ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. വെസ്റ്റേൺ ഹിമാലയത്തിലെയും ഈസ്റ്റേൺ ഹിമാലയത്തിലെയും പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. ഇത് അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ അങ്ങനെ ചോദിക്കണമെന്നില്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് വായിച്ചു വെക്കുക. അപ്പോൾ ഹിമാലയൻ റീജിയണിലെ വൈൽഡ് ലൈഫ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് അഗ്രികൾച്ചർ എന്ന ടോപ്പിക്കാണ്. കൃഷിയാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഹിമാലയം എന്ന് പറയുന്നത് ഒരു മൗണ്ടൈനസ് ആയിട്ടുള്ള റീജിയൺ ആണ്, അല്ലേ? പർവ്വത പ്രദേശമാണ്. പർവ്വത പ്രദേശം ആകുമ്പോഴത്തേക്കും അതിന്റെ ഉയരം വളരെ കൂടുതലാണ്, ചരിവ് കൂടുതലാണ്, അതുപോലെ തന്നെ അവിടുത്തെ താപനില വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിക്ക് യോജ്യമായിട്ടുള്ള ഒരു പ്രദേശമല്ല ഹിമാലയം എന്ന് പറയുന്നത്. ഇവിടുത്തെ ടെറൈൻ്റെ ലിമിറ്റേഷൻസ് കാരണം, അതായത് ഭൂമിയുടെ ചില പരിമിതികൾ കാരണം ഇവിടെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വളരെ സ്പാർസ് ആണ്, വളരെ കുറവാണ്. അപ്പൊ ഭൂപരമായിട്ടുള്ള പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി എങ്ങനെയാണ് താരതമ്യേന കുറവാണ്. വളരെ കുറവായിട്ടുള്ള കൃഷിയാണ് ഇവിടെ ഈ ഒരു പർവ്വത പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭൂപരമായിട്ടുള്ള പരിമിതികളാണ്, ഭൂമിയുടെ പരിമിതികളാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അഗ്രികൾച്ചർ ഈസ് സ്പാർസ് ഇൻ ദി മൗണ്ടൈനസ് റീജിയൺ. മൗണ്ടൈനസ് റീജിയണിൽ അഗ്രികൾച്ചർ എങ്ങനെയാണ്? സ്പാർസ് ആണ്. സ്പാർസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അഗ്രികൾച്ചർ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ഇറ്റ്സ് ടെറൈൻ. അവിടുത്തെ ഭൂമിയുടെ എന്താണ് ലിമിറ്റേഷൻസ് ആണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഭൂമിയുടെ ചില പരിമിതികളാണ് ഈ അഗ്രികൾച്ചർ പാസ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഏതൊക്കെയാണ് കാരണങ്ങൾ, ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, കൃഷി കുറയാനുള്ള അഡ്വേഴ്സ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 4 അഡ്വേഴ്സ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രതികൂല ഘടകങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അഡ്വേഴ്സ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൂല ഘടകങ്ങൾ എന്ന് നമ്മൾ പറയും. പ്രതികൂല ഘടകങ്ങൾ, മലയാളത്തിൽ നമ്മൾ അതിനെ പ്രതികൂല ഘടകങ്ങൾ എന്ന് പറയും. അപ്പോൾ അഡ്വേഴ്സ് ഫാക്ടേഴ്സ് 4 എണ്ണമാണ് ഇവിടെ. കൃഷിക്ക് പ്രതികൂലമായിട്ട് 4 ഘടകങ്ങളാണ് ഹിമാലയൻ മൗണ്ടൈനസ് റീജിയണിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെയാണ് എലിവേഷൻ എന്ന് പറയുന്നത്, ഉയരം. ഹിമാലയ ഭൂപ്രദേശത്തിന് ഉയരം വളരെ കൂടുതലാണ്, അല്ലെ? അതുപോലെ തന്നെ സ്റ്റീപ്നെസ് ഓഫ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കുത്തായ ചരിവ്, വളരെ ചെങ്കുത്തായിട്ടുള്ള കുത്തനെയുള്ള ചരിവായിരിക്കും ഈ ഒരു പ്രദേശത്ത് ഉള്ളത്. നമുക്കത് അറിയാവുന്നതാണ്. നമ്മൾ ഹിമാലയത്തിന്റെ ചരിവെന്ന് പറഞ്ഞാൽ വളരെ കുത്തനെയുള്ള ചരിവാണ്, ഇങ്ങനാണ്. അപ്പൊ ഈ ഒരു പ്രദേശത്ത് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് വളരെ ഇമ്മച്വർ സോയിലാണ്, അതായത് പാകമാകാത്ത മണ്ണാണ് ഈ ഒരു പ്രദേശത്ത്. നമ്മൾ കഴിഞ്ഞ തവണ മണ്ണിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൗണ്ടെയിൻ സ്ലോപ്പിൽ വരുന്ന മണ്ണെന്ന് പറയുന്നത് ഹ്യൂമസ് കണ്ടന്റ് വളരെ കുറവുള്ള, അതായത് ജൈവാംശം കുറവുള്ള മണ്ണാണ് വരുന്നത്. അതായത് പാകമാകാത്ത മണ്ണാണ് മൗണ്ടെയിൻ സ്ലോപ്പുകളിൽ, പർവ്വത ചരിവുകളിൽ. അതേസമയം വാലികളിലാണെങ്കിൽ വളരെയധികം ഹ്യൂമസ് കണ്ടന്റ് ഉള്ള, ജൈവാംശമുള്ള, വളക്കൂറുള്ള മണ്ണായിരിക്കും. അപ്പൊ ഇത് ഹിമാലയ പ്രദേശത്ത് ആ ഒരു ചരിവിൽ വരുന്നത് കൊണ്ട്, ചരിവുകളിൽ മണ്ണെന്ന് പറയുന്നത് ഇമ്മച്വർ ആണ്, പാകമാകാത്ത മണ്ണാണ്. പിന്നെ അത് മാത്രവുമല്ല ലോ ടെമ്പറേച്ചർ ആണ്, താപനില വളരെ കുറവാണ്. അപ്പൊ കുറഞ്ഞ താപനില കാരണം ചില വിളകൾ, ചില ക്രോപ്പുകൾ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് വളരില്ല.
അത് മാത്രവുമല്ല, താപനില കുറവാണെങ്കിൽ നമുക്ക് അവിടെ കൃഷി ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് ഇത്രയുമാണ്, ഈ 4 അഡ്വേഴ്സ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കൃഷിക്ക് പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ്? എലിവേഷൻ, സ്റ്റീപ്നെസ് ഓഫ് സ്ലോപ്പ്, ഇമ്മച്വർ സോയിൽ, ലോ ടെമ്പറേച്ചർ ആർ ദി അഡ്വേഴ്സ് ഫാക്ടേഴ്സ്. എന്നിരുന്നാൽ പോലും ഇവിടുത്തെ റെസിഡന്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ, ഈ പ്രദേശത്തെ ജനങ്ങൾ, അവിടെ താമസിക്കുന്ന ജനങ്ങളെയാണ് നമ്മൾ റെസിഡന്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. സ്റ്റിൽ ദ റെസിഡന്റ് കമ്മ്യൂണിറ്റീസ് എൻഗേജ് ഇൻ ഡിഫറെന്റ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കൃഷിയാണ്. ഉപജീവന കൃഷി എന്ന് പറയും. സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, അതാണ് ഉപജീവന കൃഷി. അപ്പൊ ഇവിടുത്തെ റെസിഡന്റ് കമ്മ്യൂണിറ്റീസ് എൻഗേജ് ഇൻ ഡിഫറെന്റ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. കൃഷി വളരെ കുറവാണെങ്കിൽ പോലും ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ എന്തിലേർപ്പെടുന്നുണ്ട്? പലതരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൃഷി ചെയ്തല്ലേ പറ്റൂ. അപ്പൊ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം അവരെന്ത് ചെയ്യും? കൃഷി ചെയ്യും. ഉപജീവന കൃഷികളിൽ ഈ ആൾക്കാർ ഏർപ്പെടുന്നുണ്ട്. സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഉപജീവന കൃഷിയാണ്. അപ്പൊ അതിനുവേണ്ടി അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ടെറസ് ദി മൗണ്ടെയിൻ സ്ലോപ്സ്. അവർ മൗണ്ടെയിൻ സ്ലോപ്സ് ടെറസ് ചെയ്യുന്നു. അതായത് പർവ്വത ചരിവുകൾ തട്ടുതട്ടുകളായിട്ട് അവർ തിരിക്കുന്നു. അത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോ ഇത് ഈ ഒരു പർവ്വത ചെരുവിനെ നമ്മൾ തട്ടുതട്ടുകളായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് തിരിച്ചു മാറ്റും. ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഇതിനെ തിരിക്കും. എന്നിട്ട് ഈ സ്റ്റെപ്പുകളിൽ കൃഷി ചെയ്യും. അതാണ് ടെറസ് ചെയ്യുക എന്ന് പറയുന്നത്. സ്ലോപ്പിനെ ടെറസ് ചെയ്യും. അതിന്റെ ചരിവ് കുറയ്ക്കാനാണ് ടെറസ് ചെയ്യുന്നത്. ഈ ഒരു കൾട്ടിവേഷനെ ടെറസ് കൾട്ടിവേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അവര് കൃഷി ചെയ്യാനായിട്ട് ടെറസ് ദി മൗണ്ടെയിൻ സ്ലോപ്സ്, പർവ്വത ചരിവുകൾ ടെറസ് ചെയ്യുന്നു, തട്ടുതട്ടുകളായിട്ട് തിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്തിനു വേണ്ടി? ടു കൾട്ടിവേറ്റ് സ്യൂട്ടബിൾ ക്രോപ്സ്, അനുയോജ്യമായിട്ടുള്ള ക്രോപ്പുകൾ, വിളകൾ അവര് കൃഷി ചെയ്യുന്നുണ്ട്. ലൈക്ക് പാഡി, ലെഗ്യൂംസ് ആൻഡ് പൊട്ടാറ്റോസ് ഡ്യൂറിങ് ദ റെയിനി സീസൺ ആൻഡ് വീറ്റ് ആൻഡ് ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്സ് ഡ്യൂറിങ് സ്പ്രിങ്. അപ്പൊ അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ക്രോപ്സ് അവര് ഈ പ്രദേശത്ത് കൃഷി ചെയ്യുന്നു. അതിൽ പ്രധാനമായിട്ടും റെയിനി സീസണിൽ, മഴക്കാലത്ത് അവർ കൃഷി ചെയ്യുന്നത് പാഡി, ലെഗ്യൂംസ് ആൻഡ് പൊട്ടാറ്റോസ് ആണ്. പാഡി എന്ന് പറഞ്ഞാൽ നെല്ല്, ലെഗ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയർവർഗ്ഗങ്ങൾ, പൊട്ടാറ്റോസ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്. അപ്പൊ ഇത്തരത്തിലുള്ള പാഡിയും ലെഗ്യൂംസും പൊട്ടാറ്റോസുമാണ് അവര് റെയിനി സീസണിൽ കൃഷി ചെയ്യുന്നത്. അതേസമയം വീറ്റ് ആൻഡ് ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്സ് ഡ്യൂറിങ് ദ സ്പ്രിങ്. സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസന്തകാലം. വസന്തകാലത്ത് അവർ കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ്? വീറ്റും ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്സുമാണ്. വീറ്റ്, ഗോതമ്പ്. ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ, അതായത് ആപ്പിൾ പോലുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ട്രോബെറി പോലുള്ള മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ, ടെമ്പറേറ്റ് ഏരിയാസിൽ കൃഷി ചെയ്യുന്ന ഫ്രൂട്ട് ക്രോപ്സ് ആണ് ഈ ഒരു പ്രദേശത്ത് സ്പ്രിങ്ങിൽ എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. അപ്പൊ ഈ 2 സീസണിലുമാണ് ഇവര് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ബാക്കിയുള്ള സീസണിൽ ഇവിടെ ക്ലൈമറ്റ് അനുയോജ്യമല്ല കൃഷി ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഈസ്റ്റേൺ ഹിമാലയത്തിലേക്ക് അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയത്തിലേക്ക് വരുന്ന സമയത്ത്, കിഴക്കൻ ഹിമാലയം നമുക്കറിയാമല്ലോ, ആസാം ഹിമാലയം എന്ന് പറയുന്ന ബ്രഹ്മപുത്ര നദിക്കും അതുപോലെ ടീസ്റ്റ നദിക്കും ഇടയിൽ വരുന്ന പ്രദേശമാണ് ഈസ്റ്റേൺ ഹിമാലയം അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയം. അപ്പൊ ഈസ്റ്റേൺ ഹിമാലയത്തിന്റെ മൗണ്ടെയിൻ സ്ലോപ്പിലും വാലികളിലുമായിട്ട് ഇവർ കൃഷി ചെയ്യുന്നതാണ് ടീ എന്ന് പറയുന്ന ക്രോപ്പ്. അപ്പൊ തേയില കൃഷിയാണ് നമുക്ക് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൃഷി. Tea is a major crop along the mountain slopes and valleys of Eastern Himalayas. ഈസ്റ്റേൺ ഹിമാലയത്തിന്റെ മൗണ്ടെയിൻ സ്ലോപ്പിലും പർവ്വത ചരിവുകളിലും അതുപോലെ വാലികളിലും താഴ്വരകളിലും ഉള്ള പ്രധാന ക്രോപ്പ്, മേജർ ക്രോപ്പ്, പ്രധാന വിളയാണ് ടീ അല്ലെങ്കിൽ തേയില എന്ന് പറയുന്നത്. അത് എസ്പെഷ്യലി ഏറ്റവും പ്രധാനമായിട്ടും ഇത് കാണപ്പെടുന്നത് ഈസ്റ്റേൺ ഹിമാലയത്തിലെ ആസാമിലും ഡാർജിലിംഗ് റീജിയനിലുമാണ്. അപ്പൊ എസ്പെഷ്യലി ഇൻ ദ ആസാം ആൻഡ് ഡാർജിലിംഗ് റീജിയൻ, ആസാമിലും ഡാർജിലിംഗ് റീജിയനിലുമാണ് തേയില കൃഷി ഇവർ കൂടുതലായിട്ട് ഈസ്റ്റേൺ ഹിമാലയത്തിൽ ചെയ്യുന്നത്. അപ്പൊ ഡാർജിലിംഗിലെ ഡാർജിലിംഗ് ടീയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കൃഷിയാണ് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയും. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കൃഷിയുണ്ട്. അതിന്റെ മലയാളം എന്ന് പറയുന്നത് സ്ഥാനമാറ്റ കൃഷി എന്ന് പറയും. അതിന്റെ മലയാളമാണ് സ്ഥാനമാറ്റ കൃഷി. അപ്പൊ ഈ സ്ഥാനമാറ്റ കൃഷി കാണപ്പെടുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം.
ദ ട്രൈബൽ പോപ്പുലേഷൻ ഓഫ് ദി നോർത്ത് ഈസ്റ്റേൺ ഹിൽസ്, അതായത് നോർത്ത് ഈസ്റ്റേൺ ഹിൽസിലെ വടക്ക് കിഴക്കൻ കുന്നുകളിലെ, വടക്ക് കിഴക്കൻ കുന്നുകൾ അറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പട്കായിബും, നാഗ ഹിൽസ്, ഖാസി ഹിൽസ്, ജയന്തിയ ഹിൽസ്, അതുപോലെ തന്നെ മീസോ ഹിൽസ്, ഇതെല്ലാം നോർത്ത് ഈസ്റ്റേൺ ഹില്ലുകളാണ്. അപ്പൊ ഈ ഹില്ലുകളിലുള്ള ട്രൈബൽ പോപ്പുലേഷൻ, അവിടുത്തെ ഗോത്ര ജനത, അവിടെ താമസിക്കുന്ന പല ഗോത്ര ജനതകളും, ഒരുപാട് ഗോത്ര ജനതകളുണ്ട്. അപ്പൊ ഈ ഗോത്ര ജനതകൾ ചെയ്യുന്ന കൃഷിയാണ്, ദേ ഫോളോ ട്രഡീഷണൽ പ്രാക്ടീസസ്, അവര് പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കൃഷിയാണ്, പരമ്പരാഗത കൃഷി രീതിയാണ് ഫോളോ ചെയ്യുന്നത്. സച്ചാസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അവര് ഫോളോ ചെയ്യുന്ന ആ ഒരു ട്രഡീഷണൽ പ്രാക്ടീസിനെ വിളിക്കുന്ന പേരാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ സ്ഥാനമാറ്റ കൃഷി. സ്ഥാനമാറ്റ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ സ്ഥലം ഉപേക്ഷിച്ചിട്ട് അടുത്ത സ്ഥലം കണ്ടുപിടിക്കും. അപ്പൊ അടുത്ത സ്ഥലം കാട്ടിൽ കണ്ടുപിടിക്കുന്ന സമയത്ത് അത് വൃത്തിയാക്കി ആ സ്ഥലത്ത് വീണ്ടും കൃഷി ചെയ്യുന്നു, വീണ്ടും വിളവെടുത്തതിന് ശേഷം പുതിയ സ്ഥലം കണ്ടുപിടിക്കുന്നു. അങ്ങനെ സ്ഥാനം മാറി മാറി ഷിഫ്റ്റ് ചെയ്തുള്ള കൾട്ടിവേഷൻ ആണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ടെറസ് കൾട്ടിവേഷന്റെ സ്ലോപ്പിനെ, ചരിവ് കുറയ്ക്കാൻ വേണ്ടി തട്ടുതട്ടുകളായിട്ട് ടെറസ് ചെയ്ത് ഉള്ള ഒരു കൃഷിയാണ് ടെറസ് കൾട്ടിവേഷൻ. അതാണ് ഹിമാലയത്തിൽ കൂടുതലായിട്ട് അവർ ചെയ്യുന്നത്, സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ആയിട്ട്, ഉപജീവന കൃഷിയായിട്ട്. അപ്പോൾ ഈ ആദ്യത്തെ പിക്ചറിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. ഭൂമിയെ ഉയരം കുറയ്ക്കാനായിട്ട്, മൗണ്ടൈൻ സ്ലോപ്പിനെ ഉയരം കുറയ്ക്കാനായിട്ട് തട്ടുതട്ടുകളായിട്ട് തിരിച്ചതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ്, സ്ഥാനമാറ്റ കൃഷി. അതായത് ഒരു മലനിര എന്ത് ചെയ്യുന്നു, അത് വൃത്തിയാക്കി എടുക്കുന്നു, വൃത്തിയാക്കിയിട്ട് അവിടെ കൃഷി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അവര് പുതിയ സ്ഥലത്തേക്ക് പോകുന്നു. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് അനിമൽ റിയറിംഗ് അല്ലെങ്കിൽ മൃഗപരിപാലനം എന്നുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ ഹിമാലയൻ റീജിയണിൽ ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇണക്കി വളർത്തുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആനിമൽ റിയറിംഗ് അല്ലെങ്കിൽ മൃഗപരിപാലനം എന്ന് പറയുന്നത്. ഈ ഒരു പ്രദേശത്തെ ആൾക്കാരുടെ ഒരു മെയിൻ ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഒരു പ്രധാന ജീവിതമാർഗമാണ് അനിമൽ റിയറിംഗ് എന്നുള്ളത്. അനിമൽ റിയറിംഗ് ഇസ് ദ മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് ദോസ് ലിവിങ് ഇൻ ദ ഹിമാലയൻ മൗണ്ടെയ്ൻസ്. ഹിമാലയൻ മൗണ്ടെയ്ൻസിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു മെയിൻ ഒക്യുപ്പേഷൻ, ഒരു പ്രധാന ജീവിതമാർഗം അല്ലെങ്കിൽ വരുമാന മാർഗമാണ്, അല്ലെങ്കിൽ ഒരു തൊഴിലാണ് അനിമൽ റിയറിംഗ് അല്ലെങ്കിൽ മൃഗപരിപാലനം എന്ന് പറയുന്നത്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിതമാർഗമാണ് മൃഗപരിപാലനം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഉയരത്തിനനുസരിച്ച് ക്ലൈമറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട് അല്ലേ? ക്ലൈമറ്റ് ഉയരം കൂടുന്തോറും ക്ലൈമറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ക്ലൈമറ്റ് വേരീസ് അക്കോർഡിംഗ് ടു എലിവേഷൻ. ഉയരത്തിനനുസരിച്ച് ക്ലൈമറ്റിൽ മാറ്റം വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തന്നെ ഒരു പ്രദേശത്ത് വളർത്തുന്ന ആ ഒരു പ്രദേശത്ത് പരിപാലിക്കുന്ന മൃഗങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. അപ്പോൾ climate varies according to elevation and the type of animals reared also varies accordingly. അതായത് ഉയരത്തിനനുസരിച്ച് കാലാവസ്ഥ മാറുന്നത് കൊണ്ട് തന്നെ അതിന് അനുസരിച്ച് എന്തും മാറുന്നുണ്ട്, ദ ടൈപ്പ് ഓഫ് ആനിമൽസ്, വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും ആനിമലിന്റെ ടൈപ്പിലും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു പ്രദേശത്ത് വളരെ ഉയരം കുറഞ്ഞ ഒരു പ്രദേശത്ത് വളർത്തുന്ന ആനിമൽ ആയിരിക്കത്തില്ല ഉയരം കൂടിയ ഒരു പ്രദേശത്ത് വളർത്തുന്നത്. ആ ഒരു ഉയരത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് ടൈപ്പ് ഓഫ് ആനിമൽ, ആ ഒരു പ്രദേശത്ത് റിയർ ചെയ്യപ്പെടുന്ന ടൈപ്പ് ഓഫ് ആനിമലും എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. പ്രധാനമായിട്ടും താഴ്വരകളിൽ വാലീസിലേക്ക് വരുമ്പോഴത്തേക്കും ഗോട്ടും ക്യാറ്റിലുമാണ് അവിടെ വളർത്തുന്നത്. ഗോട്ടെന്ന് പറഞ്ഞാൽ ആട്, ക്യാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പശുക്കൾ. അപ്പോ കന്നുകാലികളും അതുപോലെ തന്നെ ഗോട്ടിനെയുമാണ് വാലീസിൽ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും വളർത്തുന്നത്. അപ്പൊ ഗോട്ട് ആൻഡ് ക്യാറ്റിൽ ആർ കെപ്റ്റ് ഇൻ ദ വാലീസിൽ ഗോട്ടും ക്യാറ്റിലിനെയാണ് അവര് വളർത്തുന്നത്. അതേസമയം വേറസ് ഷീപ്പ് ആൻഡ് ഹോഴ്സ് ആർ റിയേർഡ് ഇൻ ദ മൗണ്ടെയിൻ സ്ലോപ്സ്. കുറച്ചുകൂടി ഉയരത്തിൽ വരുന്ന സമയത്ത്, അതേസമയം ഉയരത്തിൽ മൗണ്ടെയിൻ സ്ലോപ്പുകളിലേക്ക് വരുന്ന സമയത്ത് അവിടെ വളർത്തുന്ന എന്തിനെയൊക്കെയാണ്, ഷീപ്പിനെയും ഹോഴ്സിനെയുമാണ്. ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടാണ്, ഹോഴ്സ് കുതിര. അപ്പൊ കുതിരയും ചെമ്മരിയാടിനെയും, കുറച്ചുകൂടി തണുപ്പ് സഹിക്കാൻ കഴിയുന്ന ജീവികളായിട്ടുള്ള കുതിരയും ചെമ്മരിയാടിനെയുമാണ് മൗണ്ടെയിൻ സ്ലോപ്പിൽ അവര് റിയർ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു സ്ലോപ്പ് ഇങ്ങനെ വരച്ചു നോക്കുകയാണെങ്കിൽ മൗണ്ടെയിൻ സ്ലോപ്പ് താഴെ വാലീസ് ആണ്.
അപ്പൊ ഈ ഒരു വാലി പ്രദേശത്ത് ഏതൊക്കെ ജീവികളെ ആയിരിക്കും അവര് വളർത്തുന്നത്? ഗോട്ടിനെയും അതുപോലെ തന്നെ ക്യാറ്റിലിനെയും, കന്നുകാലികളെയും ആടിനെയും ഒക്കെ ആയിരിക്കും. കുറച്ചുകൂടി ഉയരത്തിൽ മൗണ്ടൈൻ സ്ലോപ്പിലേക്ക് വരുന്ന സമയത്ത് അവര് വളർത്തുന്ന എന്തിനെയൊക്കെ ആയിരിക്കും? ഹോഴ്സിന് എച്ചെന്ന് കൊടുക്കുകയാണ്. ഹോഴ്സ്, അതുപോലെ തന്നെ ഷീപ്പിന് ഞാൻ എസ് എന്ന് കൊടുക്കുന്നു. എസ്. ഇനി ഏറ്റവും ഉയരം എക്സ്ട്രീംലി ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സ്ട്രീംലി കോൾഡ് റീജിയൻസ് ഓഫ് ഹിമാചൽ ആൻഡ് ലഡാക്ക്, ഹിമാചലിന്റെയും ലഡാക്കിന്റെയും എക്സ്ട്രീംലി കോൾഡ് റീജിയൻസിൽ, ശൈത്യമേഖല ശൈത്യമേഖലകളിൽ, കോൾഡ് റീജിയൻസ് എന്ന് പറഞ്ഞാൽ ശൈത്യമേഖലകൾ, വളരെ എക്സ്ട്രീംലി കോൾഡ് റീജിയൻസിൽ എന്ത് ചെയ്യുന്നു? ഏത് പ്രദേശത്തിന്റെ? ഹിമാചലിന്റെയും ലഡാക്കിന്റെയും. അപ്പൊ ഹിമാചലും ലഡാക്കും പോലുള്ള, അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ എക്സ്ട്രീംലി കോൾഡ് റീജിയൻസിൽ തണുപ്പ് റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ ഒരു കോൾഡിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, അതിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ജീവികളെയാണ് വളർത്തുന്നത്. അപ്പോ അറ്റ് എക്സ്ട്രീംലി കോൾഡ് റീജിയൻസ് ഓഫ് ഹിമാചൽ ആൻഡ് ലഡാക്ക്, സ്പീഷീസ് ദാറ്റ് ക്യാൻ റെസിസ്റ്റ് സിവിയർ കോൾഡിനെ, അതിശൈത്യത്തെ റെസിസ്റ്റ് ചെയ്യാൻ, അതിജീവിക്കാൻ കഴിയുന്ന സ്പീഷീസുകളെയാണ് വളർത്തുന്നത്. ഏതൊക്കെയാണ് ആ സ്പീഷീസ് സച്ചസ് യാക്ക് ആർ റിയേർഡ്. അപ്പൊ ഈ ഒരു പ്രദേശത്ത്, വളരെ തണുപ്പുള്ള പ്രദേശത്ത്, യാക്കുകൾ പോലെയുള്ള, യാക്കിനെയൊക്കെയാണ് അവർ വളർത്തുന്നത്. യാക്കിന്റെ പിക്ചറാണ് നമ്മളിവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് നിറയെ രോമങ്ങളില്ലേ, അത് ആ തണുപ്പിനെ അതിജീവിക്കാനാണ് അതിന് ആ രോമങ്ങൾ ഉള്ളത്. അപ്പൊ യാക്ക് പോലുള്ള ജീവികളെ ഏറ്റവും ഉയരത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും തണുപ്പുള്ള, ഹിമാചലിന്റെയും ലഡാക്കിന്റെയും ഏറ്റവും തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് വളർത്തുന്നത്. അപ്പൊ നമുക്കിവിടെ യാക്കൊക്കെ ഏറ്റവും മുകളിൽ തണുപ്പുള്ള പ്രദേശത്തായിരിക്കും വരുന്നത്. വയ്യെന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത്, വെസ്റ്റേൺ ഹിമാലയത്തിലെ പുൽമേടുകളിൽ കാണപ്പെടുന്ന ഒരു ഇടയ ജനവിഭാഗം, അല്ലെങ്കിൽ ഷെപ്പേർഡ് ട്രൈബുകളെ വിളിക്കുന്ന പേരാണ് ഗുജ്ജർസ് എന്നുള്ളത്. അപ്പൊ ഗുജ്ജർസ് ആർ ദി ഷെപ്പേർഡ് ട്രൈബ്സ് ഹു ലിവ് ഇൻ ദി മൗണ്ടെയിൻ മെഡോസ് ഓഫ് വെസ്റ്റേൺ ഹിമാലയ. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ മൗണ്ടെയിൻ മെഡോസിൽ, അവിടുത്തെ പർവ്വത പുൽമേടുകളിൽ ജീവിക്കുന്ന, അവിടെ താമസിക്കുന്ന ഷെപ്പേർഡ് ട്രൈബുകളാണ്. അല്ലെങ്കിൽ ഷെപ്പേർഡ് ട്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇടയ ജനവിഭാഗം. ആ ഇടയ ജനവിഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ഗുജ്ജർസ് എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് അനിമൽ റിയറിങ്ങിൽ വരുന്നത്. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക് ആയിട്ടുള്ള ടൂറിസം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. As the geographical conditions are favorable, the entire Himalayan region has become a zone with high economic potential for tourism. അതായത് ഈ ഒരു പ്രദേശത്തിന്റെ, ഹിമാലയത്തിലെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ ടൂറിസത്തിന് ഫേവറബിൾ ആണ്, ടൂറിസത്തിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ ടൂറിസം വികാസം പ്രാപിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ കൃഷി വളരെ കുറവാണ്. കൃഷി കുറവാണെങ്കിലും ഈ ഒരു പ്രദേശത്ത് ടൂറിസം വളരെ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആണ്. അതിന്റെ കാരണം ഇവിടുത്തെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അത് കാലാവസ്ഥയാകാം, അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷൻ ആകാം, ഭൂപ്രകൃതിയാകാം, ഇതെല്ലാം തന്നെ, ഈ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് എല്ലാം തന്നെ ടൂറിസത്തിന് ഫേവറബിൾ ആണ്, അനുയോജ്യമാണ്. അപ്പൊ ഇതെല്ലാം ഇവിടുത്തെ ആ കാലാവസ്ഥ അനുഭവിക്കാനും, ഇവിടുത്തെ ഭൂപ്രകൃതി കാണാനുമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? ഈ ഒരു പ്രദേശത്തേക്ക് വരും. അപ്പൊ as the geographical conditions are favorable, the entire Himalayan region, മുഴുവൻ ഹിമാലയൻ പ്രദേശവും എന്ത് ചെയ്തു? എന്തായിട്ട് മാറി? ഹാസ് ബിക്കം എ സോൺ, ഒരു മേഖലയായിട്ട് മാറി. ആ മേഖലയുടെ പ്രത്യേകത എന്താണ്? എ സോൺ വിത്ത് ഹൈ ഇക്കണോമിക് പൊട്ടൻഷ്യൽ ഫോർ ടൂറിസം. അതായത് ടൂറിസത്തിന് ഹൈ ഇക്കണോമിക് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സോണായിട്ട്, ടൂറിസത്തിന് വരുമാനദായകമായിട്ടുള്ള ഒരു മേഖലയായിട്ട് ഹിമാലയം മാറി. അതിന്റെ കാരണം അവിടുത്തെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് ടൂറിസത്തിന് ഫേവറബിൾ ആണ്. ഇനി ഇവിടെ ടൂറിസം ആരംഭിക്കുന്നത് പിൽഗ്രിമേജുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതായത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ടൂറിസം എന്ന് പറയുന്ന ടൂറിസം ആരംഭിക്കുന്നത്. അപ്പോൾ ട്രാവൽസ് അസോസിയേറ്റഡ് വിത്ത് പിൽഗ്രിമേജ്, തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട, പിൽഗ്രിമേജുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള യാത്രകൾ, ട്രാവൽസ് എന്ത് ചെയ്തു? വേർ വാട്ട് ഇനിഷ്യേറ്റഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ടൂറിസം ഇൻ ദീസ് റീജിയൻസ്. അതാണ് പിൽഗ്രിമേജുമായി ബന്ധപ്പെട്ട ട്രാവൽസ് ആണ് ഈ ഒരു പ്രദേശത്ത് ഇനിഷ്യേറ്റഡ്, തുടക്കം കുറിച്ചു. എന്തിന്? ദ ഡെവലപ്മെന്റ് ഓഫ് ടൂറിസം ഇൻ ദീസ് റീജിയൻ, ഈ ഒരു പ്രദേശത്തെ ടൂറിസത്തിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനത്തിന്. ഇവിടെ ഒരുപാട് പിൽഗ്രിം സെന്റേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
പിൽഗ്രിം സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീർത്ഥാടന കേന്ദ്രങ്ങൾ. ദർ ആർ സെവറൽ പിൽഗ്രിം സെന്റേഴ്സ് ഇൻ ദിസ് റീജിയൻ. ഈ ഒരു പ്രദേശത്ത് ഒരുപാട് പിൽഗ്രിം സെന്റേഴ്സ് ഉണ്ട്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് സച്ചസ് കൈലാസ്, മാനസരോവർ, അമർനാഥ് ആൻഡ് ഹേമാകുണ്ട് സാഹിബ്. അത്തരത്തിലുള്ള പിൽഗ്രിം സെന്റേഴ്സ് അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് കൈലാസം, മാനസരോവരം, അമർനാഥ്, അതുപോലെ ഹേമാകുണ്ട് സാഹിബ്. ഈ മാനസരോവർ ലേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു റിവേഴ്സ് പഠിപ്പിച്ചപ്പോൾ. ഇൻഡസ് റിവറും അതുപോലെ ബ്രഹ്മപുത്ര റിവറും ഒറിജിനേറ്റ് ചെയ്യുന്നത് മാനസരോവറിന് അടുത്തുള്ള 2 ഗ്ലേഷ്യറുകളിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാനസരോവറിന്റെ അടുത്ത് വരുന്ന ഒരു മൗണ്ടെയിൻ ആണ് കൈലാസ് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. അപ്പോ കൈലാസവും മാനസരോവരവും അമർനാഥും ഹേമാകുണ്ട് സാഹിബുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പിൽഗ്രിം സെന്റേഴ്സ് അഥവാ തീർത്ഥാടന കേന്ദ്രങ്ങൾ. ദീസ് പ്ലേസസ് ഹാവ് ബീൻ അട്രാക്ടിങ് ട്രാവലേഴ്സ് ഫോർ സെഞ്ചുറീസ്. അതായത് സെഞ്ചുറീസ് ആയിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ഈ സ്ഥലങ്ങൾ, ഈ പ്ലേസസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹാവ് ബീൻ അട്രാക്ടിങ് ട്രാവലേഴ്സിനെ അല്ലെങ്കിൽ സഞ്ചാരികളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു. ഇനി ടൂറിസം വികസനത്തിന്റെ രണ്ടാമത്തെ ഫേസ് ആണ്, അഥവാ രണ്ടാം ഘട്ടമാണ് പറയാനായിട്ട് പോകുന്നത്. ദ സെക്കൻഡ് ഫേസ് ഓഫ് ടൂറിസം ഡെവലപ്മെന്റ്. ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ടൂറിസം വികസനം. ടൂറിസം വികസനത്തിന്റെ സെക്കൻഡ് ഫേസ്, രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് എപ്പോഴാണ്? ദ സെക്കൻഡ് ഫേസ് ഓഫ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻ ദ ഹിമാലയൻ മൗണ്ടൻ റീജിയൻ ബിഗാൻ ഇൻ ദ 19th സെഞ്ചുറി. 19ാം നൂറ്റാണ്ടിലാണ് അത് ആരംഭിക്കുന്നത്. എപ്പോൾ? വെൻ ദ ബ്രിട്ടീഷ് ഐഡന്റിഫൈഡ് ദി ഏരിയാസ് ഫേവറബിൾ ക്ലൈമറ്റ്. ബ്രിട്ടീഷുകാർ ഈ ഒരു പ്രദേശത്തിന്റെ ഈ ഒരു ഏരിയയുടെ ഫേവറബിൾ ക്ലൈമറ്റ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് ഇവിടെ ടൂറിസം ഡെവലപ്മെന്റിന്റെ രണ്ടാം ഘട്ടം, സെക്കൻഡ് ഫേസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തിന്റെ ഫേവറബിൾ ക്ലൈമറ്റ്, അവിടുത്തെ ആ ഒരു കാലാവസ്ഥ ബ്രിട്ടീഷുകാർ ഐഡന്റിഫൈ ചെയ്തു. അതിന്റെ ഫലമായിട്ട് 19th സെഞ്ചുറിയിലാണ് ഇവിടുത്തെ ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ കാലാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇത് ടൂറിസത്തിന് യോജിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ഹിൽ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങൾ ഇവരിവിടെ സ്ഥാപിച്ചു. The resort towns such as Shimla, Darjeeling, Shillong, Almora, Ranikhet, Mussoorie and Nainital are important tourist centers. ഈ ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സെന്റേഴ്സ് ആണ്, അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്, അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങളാണ് ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിറ്റാൾ എന്നിവ. ഇവയെല്ലാം ബ്രിട്ടീഷുകാർ ആ ഒരു സമയത്ത് ഇവിടുത്തെ ഫേവറബിൾ ക്ലൈമറ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തതാണ്? അവരാണ് ഇതെല്ലാം സ്ഥാപിക്കുന്നത്. മൂന്നാം ഘട്ട, ദ തേർഡ് സ്റ്റേജ് ഓഫ് മോഡേൺ ടൂറിസം ഡെവലപ്മെന്റ്. മൂന്നാം ഘട്ടം, അതായത് ടൂറിസം വികസനത്തിന്റെ തേർഡ് സ്റ്റേജ് ആരംഭിക്കുന്നത് എപ്പോഴാണ്? The third stage of modern tourism development began in the Himalayan region after the conquest of Mount Everest by Sherpa Tenzing Norgay and Edmund Hillary on 29th May 1953. അപ്പൊ ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടം, തേർഡ് സ്റ്റേജ് ബിഗാൻ ചെയ്യുന്നത് 29 മെയ് 1953, അതായത് 1953 മെയ് 29-ന് ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലരിയും മൗണ്ട് എവറസ്റ്റ് കോൺഗസ്റ്റ് ചെയ്തതിന് അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയതിന് ശേഷമാണ് അതിനുശേഷമാണ് മൂന്നാം ഘട്ട ടൂറിസം ഡെവലപ്മെന്റ് ഈ ഹിമാലയൻ റീജിയനിൽ തുടങ്ങുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിമാലയത്തിൽ അഡ്വഞ്ചർ ടൂറിസം അല്ലെങ്കിൽ സാഹസിക വിനോദസഞ്ചാരമാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ടുഡേ ദി അഡ്വഞ്ചർ ടൂറിസം സെക്ടർ അല്ലെങ്കിൽ സാഹസിക വിനോദസഞ്ചാര മേഖല എന്ന് പറയും. പ്രൊമോട്ടിംഗ് മൗണ്ടനിയറിംഗ്, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് ഹാസ് ഡെവലപ്ഡ് സിഗ്നിഫിക്കന്റ്ലി ഇൻ ദിസ് റീജിയൻ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ അഡ്വഞ്ചർ ടൂറിസം ആണ്, അത് പ്രൊമോട്ട് ചെയ്യുന്നത് മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞാൽ പർവ്വതാരോഹണം എന്ന് പറയും. അതുപോലെ തന്നെ പാരാഗ്ലൈഡിംഗ്, സ്കീയിങ്, ഇത്തരത്തിലുള്ള ടൂറിസം, മോഡേൺ ടൂറിസം ആണ് ഈ ഒരു പ്രദേശത്ത് ഇന്ന് വൻതോതിൽ വികസിച്ചിട്ടുള്ളത്. അപ്പൊ മൗണ്ടനിയറിംഗ്, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ്
ഹാസ് ഡെവലപ്ഡ് സിഗ്നിഫിക്കൻറ്റ്ലി ഇൻ ദിസ് റീജിയൺ. അപ്പൊ ഇത് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഹിമാലയൻ റീജിയനിൽ കാണപ്പെടുന്ന ചില ആക്ടിവിറ്റീസ് ആണ്. ഇത് ആദ്യത്തേതാണ് പാരാഗ്ലൈഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ പിക്ചറാണ് മൗണ്ടനിയറിംഗ്, അല്ലെങ്കിൽ നമ്മൾ പർവ്വതാരോഹണം എന്ന് പറയും. അപ്പോൾ ഇത് പർവ്വതങ്ങൾ നമ്മൾ കയറി അത് കീഴടക്കുന്ന, അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ ഉയർന്ന ഭാഗത്തേക്ക് പോകുന്നതാണ് മൗണ്ടനിയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കീയിങ് ആണ് ഈ മൂന്നാമത്തെ പിക്ചർ. അപ്പൊ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് ടെൻസിങ് നോർഗെ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസിലൂടെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മൗണ്ടെയിൻസ് ആർ നോട്ട് ഹിൻഡ്രൻസസ്, ദേ ആർ ഡോർസ് ടു ദി ഔട്ടർ വേൾഡ്. അതായത് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് ഒരു തടസ്സമായിട്ട്, ഒരു ഹിൻഡ്രൻസ് ആയിട്ട്, ഒരു പ്രതിബന്ധമായിട്ടാണ്. പക്ഷെ എന്നാൽ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡോർസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഔട്ടർ വേൾഡിലേക്കുള്ള, പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണത്. മൗണ്ടെയിൻസിന് അപ്പുറം എന്തുണ്ട്? പുതിയൊരു ലോകമുണ്ട്, അല്ലേ? അപ്പൊ ദ ഹിമാലയ ഈസ് നോട്ട് ആൻ ഒബ്സ്ട്രക്ഷൻ, ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് എ ഡോർ കെപ്റ്റ് ഓപ്പൺ ഫോർ ദ വേൾഡ് ബിയോണ്ട്. ഹിമാലയം എന്ന് പറയുന്നത് ഒരു ഒബ്സ്ട്രക്ഷൻ അല്ല, ഒരു തടസ്സമല്ല, മറിച്ചോ ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് എ ഡോർ കെപ്റ്റ് ഓപ്പൺ ഫോർ ദി വേൾഡ് ബിയോണ്ട്. അതിനപ്പുറത്തേക്കുള്ള, പുറം ലോകത്തിലേക്കുള്ള ഒരു തുറന്നിട്ട കവാടമാണ് ഹിമാലയം. The Himalayas open door to the paths of new knowledge, sustenance and adaptation. അതായത് പുതിയ നോളജിന്റെയും പുതിയ അറിവിന്റെയും അതിജീവനത്തിന്റെയും സസ്റ്റനൻസിന്റെയും അതുപോലെ തന്നെ അനുരൂപീകരണത്തിന്റെയും അഡാപ്റ്റേഷന്റെയും പാതകളിലേക്ക് തുറന്നിട്ട വാതിലുകളാണ് ഹിമാലയം. അപ്പൊ ഇതോടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫിയുടെ അടുത്ത ചാപ്റ്റർ ഈ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.